രജനി, നമുക്കറിയാം ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും സാമൂഹ്യ പ്രതിബദ്ധത അതെപ്പോഴും കാത്തു സൂക്ഷിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി നൽകുന്ന വാർത്തകൾ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ ഏറെ സന്തോഷമാണ്. അത്തരമൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം സംബന്ധിച്ച ജനം ടി വി വാർത്തയിൽ ഇടപെടൽ. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലേക്കും മരുന്നെത്തിച്ച ആരോഗ്യവകുപ്പ്. ജനം ടി വി വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്നും നടപടി സ്വീകരിച്ചെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ജനം ടി വി ബിഗ് ഇമ്പാക്ട്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും കുറിപ്പുമായി ആശുപത്രി ഫാർമസിയിലെത്തുന്നവർ വെറും കൈയോടെ മടങ്ങുന്ന വാർത്ത നവംബർ 11-ന് ജനം ടി വി സംപ്രേഷണം ചെയ്തിരുന്നു. സാധാരണക്കാരന്റെ വേദന കാണാത്ത സർക്കാരിനെതിരെ അമർഷം അണപൊട്ടി ഒഴുകുന്നതായിരുന്നു രോഗികളുടെ പ്രതികരണങ്ങൾ. ഫാർമസിയിലൊന്നും ഒരു സാധനമില്ല. നോക്ക് മേഡം, ആറെണ്ണം എഴുതുന്നതിൽ വേറെ 2 മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി 3 പുറത്തുനിന്നാണ്. ഞാൻ വന്നപ്പോൾ ഇതേ അവസ്ഥയായിരുന്നു. ഇല്ല, ഞാൻ 19 വർഷം കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ജില്ലാസ്പത്രിയിലും കയറി ഇറങ്ങുന്നതാണ്. ഇവിടെ ഫാർമസിയിലും മണിക്കൂറോളം എന്ന് നോക്കിയിട്ട് കൗണ്ടറിൽ പോകുമ്പോൾ അവിടെ ഇല്ല മരുന്ന് വയ്ക്കാൻ പോകും. കാർണൂല് പോകുമ്പോൾ കാർണൂലില്ല. പിന്നെ ലാസ്റ്റിൽ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. ഒരു മരുന്നും ഇല്ല ഇവിടെ. BP-യുടെ കൊളസ്ട്രോളിൻ്റെതും ഇവിടെ നിന്ന് കിട്ടും. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കും. കൂലിപ്പണി 2ാമത്തെ അറ്റാക്ക് വന്നവരാണ്. ഇവിടെ 8 ദിവസം ഐസിൽ കിടന്നു. വേര് പറ്റി പോയിട്ട് വീണ്ടും കൊണ്ടുവന്ന് ചെക്കപ്പ് കഴിഞ്ഞ് ഇന്നും വന്നു. ഇനി ഇതപ്പുറത്ത് വാങ്ങിക്കാൻ പോയിക്കാണ്. ഇനി തരുമോ ദൈവത്തിനറിയാം. 10 ഐറ്റം എഴുതി, 4 ഐറ്റം കിട്ടി, 6 ഐറ്റം വെളിയിൽ നിന്ന്. ഇനിയിപ്പോൾ അതാ കൊടുത്തിട്ട് 10 ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും എത്ര കിട്ടുമെന്നുള്ള അറിഞ്ഞൂടാ, കിട്ടിയിട്ട് പറയാം. 1-2 ഇവിടെ കാണാൻ ബാക്കിയെല്ലാം പുറത്തുനിന്ന് തന്നെ വാങ്ങണം. അത് ഈ വില കൂടിയ സാധനങ്ങളൊക്കെ പുറത്ത്. ഈ വാർത്തയിലാണ് ആരോഗ്യവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ. ജനം ടി വി വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്നും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലേക്കും മരുന്നെത്തിച്ചതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു വാർത്ത ഒരു മാധ്യമം കൊടുത്തതായി കണ്ട് ഞങ്ങൾ അന്ന് എല്ലാ ലിസ്റ്റും എടുത്ത് പരിശോധിച്ചിരുന്നു. ഗവൺമെന്റ് സപ്ലൈ ലിസ്റ്റിലുള്ള എല്ലാ മെഡിസിൻസും ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ഉണ്ടെന്നുള്ളത് എല്ലായിടത്തും ഉറപ്പാക്കിയിട്ടുണ്ട്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് വെയർ ഹൗസുകളിലും അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റോറേജ് സംവിധാനങ്ങളിലെല്ലാം തന്നെ മരുന്നുകൾ ആവശ്യത്തിനുണ്ട്. ഒരു തരത്തിലുള്ള ആശയവിനിമയത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മോണിറ്റർ ചെയ്യുന്നുണ്ട് ഡിസ്ട്രിക്ട് തലത്തിലും. അതുപോലെ ആശുപത്രികളിൽ ഇതിന് പ്രത്യേകമായ ചുമതലയുണ്ട്. ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എല്ലാ മരുന്നുകളും തന്നെ അവൈലബിൾ ആണ്, ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ളത് അവൈലബിൾ ആണെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി അടിയന്തര ചർച്ച നടത്തിയാണ് മരുന്നുകൾ എത്തിച്ചത്. പ്രത്യേക നിരീക്ഷണ സംഘത്തെയും ആശുപത്രികളിൽ നിയോഗിച്ചിട്ടുണ്ട്. അസുഖവുമായി ആശുപത്രിയിലെത്തി മണിക്കൂറുകളോളം വരി നിന്നാലും മരുന്ന് ലഭിക്കാതെ മടങ്ങേണ്ടി വരുന്ന രോഗികളുടെ ദുരവസ്ഥയ്ക്കാണ് ജനം ടി വി വാർത്തയിലൂടെ പരിഹാരമായത്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ നിതിനൊപ്പം രശ്മി കാർത്തിക, ജനം. രശ്മി കാർത്തിക തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രശ്മി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. കാരണം ഈ ഒരു വാർത്തയിൽ നിരന്തരമായ ഇടപെടൽ രശ്മി നടത്തി. മാത്രവുമല്ല, ഇത്തരം സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ ഒരു ഇമ്പാക്റ്റ് സ്റ്റോറിയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മരുന്ന് ക്ഷാമം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഇടങ്ങളാണ്. അവിടേക്ക് മരുന്ന് ഇല്ല എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായൊരു വീഴ്ച തന്നെയായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ആരോഗ്യവകുപ്പിൻ്റെ കണ്ണ് തുറപ്പിച്ച് അവരെ കൊണ്ട് ഈ മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ദൗത്യം തന്നെയാണ് രശ്മി സ്വീകരിച്ചത്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമെല്ലാം വന്നു. ആരോഗ്യമന്ത്രി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വാർത്ത കൃത്യമായി പെട്ടിരുന്നു. കാരണം നമ്മൾ നിരവധി രോഗികളുടെ പ്രതികരണങ്ങളോട് കൂടിയാണ് ഈ വാർത്ത നൽകിയത്. കാരണം തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലാണെങ്കിലും മെഡിക്കൽ കോളേജിലാണെങ്കിലും മറ്റ് ആശുപത്രികളിലും ഒക്കെ ഈ റോഡ് വരെ ക്യൂ നിൽക്കുന്നുണ്ട്. ജനറൽ ആശുപത്രിയിൽ രാവിലെ പുലർച്ചെ 4 മണിക്ക് തുടങ്ങുന്ന ക്യൂ ആണ്. അത്രത്തോളം മണിക്കൂറുകൾ അവർ ക്യൂവിൽ നിന്ന് ഒടുവിൽ ഫാർമസിയിൽ മരുന്ന് വാങ്ങിക്കാൻ എത്തുന്ന സമയത്ത് അവരോട് പറയും മരുന്നൊന്നുമില്ല, എല്ലാ മരുന്നും പുറത്തുനിന്ന് വാങ്ങിക്കണം. നമ്മളെ ഡോളോ പോലെയുള്ള 1-2 മരുന്നുകൾ മാത്രമാണ്
അവിടെ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു അമർഷമൊക്കെ ഈ രോഗികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതായാലും ഈ വാർത്തയിൽ ആരോഗ്യവകുപ്പ് ഒരു അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം ഈ വാർത്ത കൃത്യമായി തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞൊരു കാര്യം. ഉടനെ തന്നെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി അവർ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ആശുപത്രികളിലെയും മരുന്ന്. അതോടൊപ്പം തന്നെ ഒരു 100% മരുന്ന് ആശുപത്രികളിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ 60% ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കൃത്യമായി നിർദ്ദേശം നൽകണം, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് കൃത്യമായി നിർദ്ദേശം നൽകണം എന്നുകൂടി ആരോഗ്യ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് മരുന്നുകൾ കൃത്യമായി ലഭ്യമാക്കും എന്നുള്ളതാണ്. ഈ പകർച്ചവ്യാധി കൂടി നിലവിൽ പടർന്നു പിടിച്ച ഒരു സാഹചര്യത്തിൽ ദിനംപ്രതി തന്നെ ഏതാണ്ട് 10,000-ലധികം രോഗികളാണ് ആശുപത്രിയിൽ പനിയാണെങ്കിലും മറ്റ് അസുഖങ്ങൾക്കൊക്കെ ചികിത്സ തേടിയെത്തുന്നത്. അപ്പോൾ ഇവർക്ക് മരുന്ന് കൂടി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് വലിയ ദുരവസ്ഥ തന്നെയാണ്. ഏതായാലും ആശുപത്രികളിലും മറ്റിടങ്ങളിലും ഈ മരുന്നിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ തന്നെ നിലവിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. മരുന്ന് കുറയുന്നതിനനുസരിച്ച് അത് ലഭ്യമാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും കാലങ്ങളായി ഈ മരുന്ന് ക്ഷാമം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. മരുന്ന് കൂടുതലുള്ള ഇടങ്ങളിൽ നിന്ന് കുറവുള്ള ഇടങ്ങളിലേക്ക് മാറ്റി ഒരു താൽക്കാലിക പരിഹാരമാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സാധാരണക്കാരായ രോഗികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു വിമർശനവും അമർഷവും, കൂടുതലും അവർ മണിക്കൂറുകളോളം കാത്തു നിൽക്കുമ്പോഴുള്ള ഒരു വേദനയാണ് ജനം ടിവിയുമായി പങ്കുവച്ചത്. ഏതായാലും അടിയന്തരമായ ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വലിയ സന്തോഷം. നിരവധി രോഗികൾ ഇതേ രീതിയിൽ ബുദ്ധിമുട്ടുന്നതിന് ഇപ്പോഴെങ്കിലും ഒരു പരിഹാരമായതിൽ ഏതായാലും ആരോഗ്യവകുപ്പ് ഇടപെട്ടതിൽ വലിയ രീതിയിൽ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ രശ്മി കാർത്തിക, ഈ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചതിന്, ആരോഗ്യവകുപ്പിന്റെ കണ്ണു തുറപ്പിച്ചതിന്.